ഞാനെൻ ഗുരുരൂപം കണ്ടേൻ ഞാനെൻ ഗുരുരൂപം എൻ്റെ ആത്മസ്വരൂപമായി വാഴും രൂപം അഖിലാണ്ട ജ്യോതി സ്വരൂപമായി എൻ്റെ അകതാരിലുരുവായി വാഴും രൂപം കണ്ടേൻ ഞാനെൻ ഗുരുരൂപം എൻ്റെ ആത്മസ്വരൂപമായി വാഴും രൂപം അഖിലാണ്ട ജ്യോതി സ്വരൂപമായി എൻ്റെ അകതാരിലുരുവായി വാഴും രൂപം കണ്ടേൻ ഞാനെൻ ഗുരുരൂപം. കരുനാഗപ്പള്ളി ശാഖയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്ന ഉണ്ണിക്കുട്ടമുള്ള ഭക്തൻ ദേഹവിയോഗം ചെയ്തതിൻ്റെ 41ാം ദിന പ്രാർത്ഥനയും ആത്മശാന്തിക്ക് വേണ്ടിയുള്ള നിലവിളക്ക് സമർപ്പണവും കൂടിയാണ് നമ്മളിപ്പോൾ ഈ ആരാധനയോട് കൂടെ നടത്തുന്നത്. നമ്മുടെ ഉമാദേവി ടീച്ചറെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ടീച്ചറുടെ അച്ഛനാണ് ഉണ്ണിക്കുട്ടമുള്ള ഭക്തൻ. പഴയ ആളുകൾക്കെല്ലാം നല്ല പരിചയമാണ്, പുതിയ ആളുകൾക്ക് അത്രയും പരിചയമില്ല. അന്ന് വളരെയേറെ കാര്യങ്ങൾ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുകയും ഭഗവാനെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു പുണ്യാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധന നടത്താം. അഖിലേശ്വര എൻ്റെ ജഗദീശ്വര അവതാരമായി വന്ന പരമേശ്വര അറിവിൻ്റെ പൂർണ്ണത അറിയിക്കുവാൻ അറിവിൻ്റെ പൂർണ്ണത അറിയിക്കുവാൻ അവതാരമായി വന്ന ജഗദീശ്വര അറിവിൻ്റെ പൂർണ്ണത അറിയിക്കുവാൻ അവതാരമായി വന്ന ജഗദീശ്വര ആത്മാവായെന്നുള്ളിൽ വാഴും ശക്തി ആത്മാവായെന്നുള്ളിൽ വാഴും ശക്തി അറിവായി അറിയിക്കാൻ വന്ന നാഥ ആത്മാവായെന്നുള്ളിൽ വാഴും ശക്തി അറിവായി അറിയിക്കാൻ വന്ന നാഥ അറിവാകുന്ന ആത്മസ്വരൂപമെന്നിൽ അറിവാകുന്ന ആത്മസ്വരൂപമെന്നിൽ അറിവിനാൽ തെളിയുന്നു ബോധ
സ്വരൂപമെന്നിൽ അറിവായി തെളിയുന്നു ബോധമായി അറിവിനാൽ തെളിയുന്നു ബോധമായി ബോധോദയം എന്നിൽ കണ്ടിടുമ്പോൾ ബോധോദയം എന്നിൽ കണ്ടിടുമ്പോൾ ആനന്ദമാടുന്നെൻ്റെ ആത്മാവെന്നും ബോധോദയം എന്നിൽ കണ്ടിടുമ്പോൾ ആനന്ദമാടുന്നെൻ്റെ ആത്മാവെന്നും ആനന്ദമേ പരമാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ അവതാര വാഴ്ചയാൽ ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ അവതാര വാഴ്ചയാൽ ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ അവതാര വാഴ്ചയാൽ ആനന്ദമേ അവതാര വാഴ്ചയാൽ ആനന്ദമേ അറിവിനാൽ ആത്മരൂപം ആത്മാവിൽ തെളിയിച്ച് ആത്മബോധം ഉദിപ്പിച്ച് ആനന്ദമാടുവാൻ അവതാരമായി വന്നു വാഴുന്ന പരമഗുരുവിൻ്റെ ശിഷ്യരായി ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച ഓമനമിത്രങ്ങളെ, ഉന്നതമായ ഈ മഹാഭാഗ്യത്തിലേക്ക് നിങ്ങളെ എത്തിച്ചത് സദ്ഗുരുവിൻ്റെ കാരുണ്യം മാത്രമാണ്. ഈ കാരുണ്യത്തെ എന്നും നിലനിർത്തി ജീവിക്കുവാൻ ഉന്നതമായ വ്യവസ്ഥകൾ നിയമങ്ങളായി ഈ ലോകത്തിൽ താൻ തന്നെ അറിയിച്ചു, താൻ തന്നെ നടത്തുന്നു, താൻ തന്നെ സ്വീകരിക്കുന്നു. ഈ നിയമങ്ങൾ ഓരോന്നും കർശനമായി പാലിക്കേണ്ടുന്നതിൻ്റെ അത്യാവശ്യകത എപ്പോഴും നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ആരാധനയിലും ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. നമുക്കൊരുപാട് പാട്ടുകൾ കാണാതെ പഠിക്കാം, പാടാം, ഒരുപാട് പ്രസംഗങ്ങൾ പഠിക്കാം, പ്രസംഗിക്കാം, ഒരുപാട് നേർച്ചകൾ സമർപ്പിക്കാം, ഇടതടവില്ലാതെ ആരാധനകൾ പങ്കെടുക്കാം, ഒരുപാട് പേരെ സുഹൃത്തുക്കളായിട്ട് നമുക്ക് വശംവദരാക്കാം. അനേകം കാര്യങ്ങൾ ലോകവശാൽ നമുക്ക് ചെയ്യാൻ കഴിയും. ആദർശത്തിൻ്റെ പേരിലും അല്ലാതെയും ഒക്കെ കഴിയും. എന്നാൽ ഗുരുവിനെ സ്വാധീനമാക്കണമെങ്കിൽ എന്ത് വേണം? നിയമപാലനം വേണം. നിയമമില്ലാത്ത ഹൃദയത്തിൽ ഈശ്വരൻ എത്തിനോക്കുക പോലുമില്ല. അതുകൊണ്ട് എപ്പോഴും നിയമം പാലിച്ച് ജീവിക്കുവാൻ കർശനമായ ഒരു തീരുമാനം ഓരോ ഹൃദയങ്ങളിലും ഉണ്ടാകട്ടെ. ഈ ആഴ്ചയിലും ഞാനത് വീണ്ടും പുതുക്കി അറിയിക്കുകയാണ്. നിയമം പാലിച്ച് ജീവിക്കുവാൻ നിങ്ങൾ തീരുമാനം ചെയ്യുക. കഴിഞ്ഞ ഞായറാഴ്ച കാർത്തിക മകീരം ജന്മനക്ഷത്ര മഹോത്സവത്തിൻ്റെ നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരാധന നടത്തിയത്. വർണ്ണിച്ചാലും തീരാത്ത വിധത്തിലാണ് നമുക്ക് ഓരോ കർമ്മങ്ങളും ഈശ്വരൻ നടത്തി തരുന്നത്. അത് കഴിഞ്ഞ് ഈ പോയ ആഴ്ചയിൽ ഉന്നതമായ പൂരം പക്കനാളും ഒരു 12 ആചാര്യ സ്തുതിയും നടത്തി.
അതിൻ്റെ സവിശേഷതകളോടുകൂടിയാണ് ഇപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട ഈ ദിനം നിങ്ങൾക്ക് അനുഭവമായിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധിയുടെ പൂർണ്ണദിനമാണ് നമുക്ക് ഞായറാഴ്ച. വെള്ളി, ശനി, ഞായർ ദിനങ്ങൾ എന്ത് ദിനങ്ങളെന്നാണ് പറയുന്നത്? വെള്ളി, ശനി, ഞായർ എന്ത് ദിനങ്ങളാണ്? കുറച്ച് പറയൂ. കുറച്ച്. വിശുദ്ധ ദിനം കൃത്യമായി ആചരിക്കുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കൊണ്ടാക്കും. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, ആ ദിനങ്ങൾ എന്താണ് പറയുന്നത്? കുറച്ച്. ആചാര ദിനങ്ങളാണ് അല്ലേ? 4 നാൾ ആചാരം, 3 നാൾ വിശുദ്ധ വ്രതം. ആ വിശുദ്ധ വ്രതത്തിൻ്റെ പൂർത്തീകരണ ദിനമാണ് ഞായറാഴ്ച. അപ്പോൾ എന്ത് വേണം? 6 ദിവസത്തെയും കർമ്മങ്ങളിൽ വന്നുപോയ പോരായ്മകളും കുറവുകളും എല്ലാം കൊണ്ടുവന്ന് ഗുരുമുമ്പാകെ ഇറക്കി വെച്ച് എല്ലാം പരിഹരിച്ച് എന്നെ വീണ്ടെടുക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ആരാധനയിൽ പങ്കെടുത്ത് ആശ്വസിക്കണം. അപ്പോഴാണ് ഹൃദയങ്ങൾ പുതുക്കപ്പെടുന്നത്. പുത്തൻ പുതുമയായ തൻ്റെ ജ്ഞാനം സ്വീകരിച്ച് ഹൃദയങ്ങൾ പുതുക്കപ്പെടുകയാണ്. ആ പുതുക്കപ്പെട്ട ഹൃദയങ്ങളിൽ നിന്ന് മാലിന്യങ്ങളെല്ലാം ഒഴിഞ്ഞ് ആ വിശുദ്ധീകരണത്തോടുകൂടി നിലകൊള്ളുമ്പോൾ പുതിയ കാര്യങ്ങൾ ചിന്തിക്കുവാനും പുതിയ കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും ഉന്മേഷത്തോടെ, ഉണർവോടെ, കൂടുതൽ തീവ്രതയോടെ കാര്യങ്ങളിലേക്ക് ബന്ധപ്പെടുവാനും നല്ല ജീവിതം ചെയ്യുവാനും കഴിയും. അങ്ങനെയാണ് ആദർശ ജീവിതം പടിപടിയായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അല്ലാതെ മാലിന്യത്തിൽ തന്നെ കിടന്നാൽ ഒരിക്കലും നമുക്ക് ആദർശ ജീവിതം ചെയ്യാൻ കഴിയില്ല. പലവിധ പോരായ്മകൾ അറിഞ്ഞും അറിയാതെയൊക്കെ വരും. അത് കുറേശ്ശെയായി അതിനെ ഒഴിവാക്കണം. അല്ലാതെ എല്ലാ ഞായറാഴ്ചയും നമുക്കിതിനുള്ളതാണ്, അതുകൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെയല്ല. ഒരാഴ്ച അങ്ങനെ ഒരു കുറവ് വന്നു, അടുത്ത ആഴ്ച അത് വരാതെ സൂക്ഷിക്കുക. ഇപ്പോൾ മറ്റെന്തെങ്കിലും ഒരു കാര്യം വന്നു, അപ്പോൾ അത് പരിഹരിക്കുക. ഇങ്ങനെ ഓരോന്നായി പരിഹരിച്ച് വരുമ്പോൾ പരിപൂർണ പരിശുദ്ധമായൊരു ഹൃദയം ഓരോരുത്തർക്കും സ്വന്തമാക്കി സ്വീകരിക്കാൻ കഴിയും. ആ ഹൃദയത്തിലേക്കാണ് പരമഗുരുവാകുന്ന പരിശുദ്ധ രൂപൻ എഴുന്നള്ളി വാണിരുന്നുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ആത്മാക്കൾ എത്ര വിദൂരത്തിലിരുന്നു കൊണ്ടും എൻ്റെ ഗുരുവേ എന്ന് വിളിക്കുമ്പോൾ എവിടെയും എങ്ങും സ്ഥിതി ചെയ്തിടുന്ന അഖിലേശ എൻ്റെ ഭഗവാനേ, ഭഗവാന്റെ പൊന്മുഖം കാണാൻ പറ്റും. ആരിൽ നിന്ന് എന്ത് കേട്ടാലും ഭഗവാന്റെ ശബ്ദം കേൾക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പരിശുദ്ധ ഹൃദയമുള്ളവർക്ക് എത്തിച്ചേരുവാൻ കഴിയും. അങ്ങനെ എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണം? ഈ നിയമജീവിതം കൃത്യമായി പാലിക്കണം. അങ്ങനെ ജീവിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച എന്താണ് വിശേഷം? 17 സംവത്സരക്കാലം അത്ഭുതവാഴ്ച നടത്തി ആത്മലോകത്തെ ആനന്ദിപ്പിച്ച ഉന്നതനാകുന്ന പുണ്യതിരുമേനിയുടെ സമാധിദിന ഓർമ്മ പ്രാർത്ഥനയാണ്. ഭക്തി നിർഭരമായ ചടങ്ങുകളോടുകൂടി അന്നത്തെ ദിനം നമ്മൾ കഴിഞ്ഞുകൂടണം. നന്ദിയോടുകൂടി പ്രാർത്ഥിക്കണം. ഒരു നേരം അരിയാഹാരം, ബാക്കി 2 നേരങ്ങളിൽ എന്തെങ്കിലും ലഘുവായി കഴിക്കാമെന്നാണ് നിയമം. അപ്രകാരം ആഹാരനിഷ്ഠയും മനോനിഷ്ഠയും വാക്ശുദ്ധിയും കർമ്മശുദ്ധിയും ഒക്കെയായി ഒരു നന്ദിയോടുകൂടിയുള്ള ഒരു ജീവിതം അന്നത്തെ ദിനം എല്ലാവരും ആചരിക്കണം. കഴിയുന്ന ആളുകൾ ഇവിടെ വരിക, അല്ലാതുള്ളവർ അവരവരുടെ ശാഖകളിൽ ഒത്തുകൂടി അല്ലെങ്കിൽ ആശ്രമങ്ങളിൽ ഒത്തുകൂടി കൃത്യമായ പ്രാർത്ഥന നടത്തുക. അത് കഴിഞ്ഞാൽ 23-ാം തീയതി ഞായറാഴ്ച 12 സംവത്സരക്കാലം ഉന്നതനായി വാണിരുന്നുകൊണ്ട് ആത്മലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ച് അനുഗ്രഹിച്ച് ഉന്നതമായ വാഴ്ച നടത്തിയ പുണ്യതിരുമേനിയുടെ പൂരാടൻ ജന്മനക്ഷത്രമാണ് 118ാമത് പൂരാടൻ ജന്മനക്ഷത്രം. ദൈവത്തിൽ നിന്ന് അനുഭവ സുഖമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾ, ആനന്ദം അനുഭവിക്കുന്ന ആത്മാക്കൾ നന്ദിയോടുകൂടി വന്നു ചേർന്ന് ഈ കർമ്മങ്ങളിലെല്ലാം ബന്ധപ്പെടും. അത് എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് അനുഭവമാണ്. കാരണം അവർക്ക് മറ്റൊന്നിലും പോകാൻ ആ ദിവസം കഴിയുകയില്ല. ഇപ്പോൾ കഴിഞ്ഞ കാർത്തിക മകയിരം ജന്മനക്ഷത്ര സമയങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നവർക്കറിയാം, പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടാണ് 3 ദിവസവും 4 ദിവസവും 5 ദിവസവും ഒക്കെ ഇവിടെ വന്ന് ആളുകൾ താമസിച്ചത്. എല്ലാവർക്കും അവരവരുടെ ഭവനങ്ങളിൽ അവരവരുടേതായ ചുറ്റുപാടുകളും പ്രയാസങ്ങളും ഓരോരോ കാര്യനിർവഹണവും ഒക്കെ ഉണ്ടാവും. അതെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവകാര്യം എൻ്റെ കാര്യം എന്നുള്ള ചിന്തയോടുകൂടി വന്ന്
ഓരോ കർമ്മങ്ങളിലും ബന്ധപ്പെട്ടു. അതുപോലെ ഈ നടക്കുന്ന കാര്യങ്ങളിലും തലേ ദിവസം തന്നെ വരാൻ കഴിയുന്ന അത്രത്തോളം ആളുകൾ വന്നു ചേർന്ന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ചെയ്യണം. അതെല്ലാം നിർവഹിച്ച് ആ ദിനവും വളരെ മനോത്സവമായി തന്നെ നമുക്ക് ആഘോഷിക്കപ്പെടണം. അങ്ങനെ ആഘോഷിക്കാം എന്ന് തീരുമാനിക്കുന്നവരൊന്ന് കൈവർത്തിക്കണ്ട. ഏതായാലും ഇത് ഞായറാഴ്ചയാണ്, അവധിയൊന്നും എടുക്കേണ്ട ആർക്കും, അല്ലേ? കുഞ്ഞുങ്ങൾക്ക് പോലും വന്ന് പങ്കെടുക്കാം. ഇപ്പോൾ മകയിരമൊക്കെ നടന്ന സമയത്ത് പല കുഞ്ഞുങ്ങൾക്കും സാധിക്കുകയില്ലായിരുന്നു, പരീക്ഷാ കാലമായിരുന്നു. ഇപ്പോഴും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് പലർക്കും. പക്ഷേ ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല, വന്ന് പങ്കെടുക്കാൻ കഴിയും. അങ്ങനെ എല്ലാവരും വന്ന് പങ്കെടുത്ത് ആനന്ദം അനുഭവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കഴിഞ്ഞാൽ നമ്മുടെ പൂരം ജന്മനക്ഷത്രമാണ്, അതും ഉപരിയായ നിലയിൽ നടത്തണം. എല്ലാം നടത്തുവാൻ ജഗദീശ്വരൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി മഹാശക്തി പ്രത്യക്ഷമായി വാഴട്ടെ. ഇപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ പൂരാടൻ ജന്മനക്ഷത്രം വിദേശ രാജ്യങ്ങളിലും ആഘോഷിക്കപ്പെടുന്നുണ്ട്. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ ആയിട്ട് അവരുടെ ആ ലീവ് അനുസരിച്ചാണ് അത് ക്രമീകരിക്കുന്നത്. ദുബൈയിലെ ഇപ്പോഴത്തെ അവധി ദിവസം ഞായറാഴ്ച ആയതിനാൽ അന്നേ ദിവസം തന്നെ അവിടെയും ആഘോഷിക്കാൻ കഴിയും. അങ്ങനെ ഒരു ദിവസം അവർക്ക് ഒത്തുവന്നിരിക്കുകയാണ്. അപ്പോൾ ആ പരിപാടിയിൽ ഇവിടെ നിന്നും ഒരു സന്യാസി വര്യനെ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതിനനുസരിച്ച് ഇവിടെ നിന്നൊരു സ്വാമിയെ വിടാൻ ഞാൻ തീരുമാനിച്ചെല്ലാം ഒരുക്കി. ഇപ്പോൾ രണ്ട് ദിവസമായുള്ളൂ അതിന് ഒരു ഫൈനൽ തീരുമാനത്തിലെത്തിയിട്ട്. കാരണം അവിടെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങളനുസരിച്ച് നമ്മുടെ ഗുരുപൂജാനന്ദ സ്വാമിയെ അവിടേക്ക് അയക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വാമി അവിടെ പോയി പൂരാടൻ ജന്മനക്ഷത്രം ആഘോഷിക്കും. നമ്മുടെ സമാധിനത്തിൻ്റെ അന്ന് രാവിലെ അവിടെ എത്തും, വെളുപ്പിനെ അവിടെ എത്തും, വെള്ളിയാഴ്ച. അപ്പോൾ ആ ചടങ്ങിലും പങ്കെടുക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എവിടെയെങ്കിലും സൗകര്യമുള്ളിടത്തൊരു ആരാധന നടത്തി ഞായറാഴ്ച ദിവസം പൂരാടൻ ജന്മനക്ഷത്രം ഗംഭീരമായി ആഘോഷിച്ച് ഉത്രാടം പക്കനാളിൻ്റെ അന്ന് നമ്മുടെ ഒരു സന്താനം സുജി ഗോപാലകൃഷ്ണൻ സ്വന്തമായി കുറച്ച് ഭൂമിയും ഒരു ഭവനവും അവിടെ വാങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് വിദേശ രാജ്യത്ത് ഒരു കുഞ്ഞ് ഭൂമി സ്വന്തമായിട്ട് വാങ്ങുന്നത്. വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ ഉള്ള അനേകം ആളുകളുണ്ട്, പക്ഷേ ഭൂമി ഇതുവരെ ആരും വാങ്ങിച്ചതായിട്ടൊരു കേൾവിയില്ല. അപ്പം ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം നമ്മുടെ സന്താനങ്ങളുടെ ഇടയിൽ സംഭവിക്കുകയാണ്. അത് വളരെ സന്തോഷമായ നിലയിൽ ആ കർമ്മങ്ങൾ നടത്തി ആ ഗൃഹപ്രവേശന കർമ്മം നടത്തുവാൻ വേണ്ടിയും കൂടിയാണ് ഗുരുവിജയൻ സ്വാമിയെ ഞാൻ അവിടേക്ക് അയക്കുന്നത്. ആ ഭവനത്തിന് ഞാൻ നാമകരണം ചെയ്തു. അവരുടെ ആവശ്യപ്രകാരം ഒരു നാമകരണം ചെയ്യണം ഭഗവാന്റെ നാവ് കൊണ്ട് എന്ന് പറഞ്ഞു അവരാവശ്യപ്പെട്ടു. അപ്പോൾ ശുഭാനന്ദ ഗുരുദേവൻ്റെ ആദർശത്തെ ലോകത്തിൽ ആകമാനം വളർത്തുകയും എല്ലാ രാജ്യങ്ങളിലും ആദർശ സ്ഥാപനങ്ങൾ ഉണ്ടാകുകയും വേണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എല്ലാവർക്കും അങ്ങനെ ആഗ്രഹമില്ലേ? എല്ലാ രാജ്യത്തും നമ്മുടെ സ്ഥാപനം ഉണ്ടാകണമെന്ന്. അങ്ങനെ ആഗ്രഹമുള്ള എത്ര പേരുണ്ടെന്ന് കൈയടിച്ചു കേട്ടാക്കും. അപ്പോൾ ശുഭാനന്ദ ഗുരുദേവൻ്റെ ഈ നാമം എല്ലാ രാജ്യത്തും കീർത്തിക്കപ്പെടുവാൻ തക്ക വിധത്തിൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു സന്താനത്തിന്, അതും വിശേഷിച്ച് അതിൽ മുഖ്യമായി ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു സന്താനത്തിന് ഇപ്രകാരം ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് ഇതിൻ്റെ തന്നെ തുടക്കമായി ചിന്തിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ടെന്ന് കൈയുയർത്തിക്കണ്ടാകും. ആദർശ പ്രവർത്തനത്തിൻ്റെ വളർച്ച തന്നെയാണ് എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ ഞാൻ അതിന് തക്ക വിധമാണ് ഒരു നാമകരണം ചെയ്തിരിക്കുന്നത്. ശുഭകീർത്തി എന്നാണ് നാമകരണം ചെയ്തത്. ശുഭകീർത്തി. അങ്ങനെ ശുഭാനന്ദ നാമം കലിയുഗത്തിലെ നാമസങ്കീർത്തനം വളരട്ടെ വളരട്ടെ. കലിയുഗത്തിലെ നാമസങ്കീർത്തനം വളരട്ടെ വളരട്ടെ. മാനവലോകം ഒന്നായി ചേർന്നു സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. മാനവലോകം ഒന്നായി ചേർന്നു സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ദേശഭാഷ വ്യത്യാസങ്ങൾ കൂടാതെന്നും സ്തുതിക്കട്ടെ. ദേശ
ദേശഭാഷ വ്യത്യാസങ്ങൾ കൂടാതെന്നും സ്തുതിക്കട്ടെ. ദേശഭാഷ വ്യത്യാസങ്ങൾ കൂടാതെന്നും സ്തുതിക്കട്ടെ. ലോകമെങ്ങും ആദർശത്തിൻ സ്ഥാപനങ്ങൾ ഉയരട്ടെ. ലോകമെങ്ങും ആദർശത്തിൻ സ്ഥാപനങ്ങൾ ഉയരട്ടെ. ലോകമെങ്ങും ആദർശത്തിൻ സ്ഥാപനങ്ങൾ ഉയരട്ടെ. സത്യധർമ്മം പുലരട്ടെ, നിത്യശാന്തി കാണട്ടെ. സത്യധർമ്മം പുലരട്ടെ, നിത്യശാന്തി കാണട്ടെ. സത്യശുഭാനന്ദ രൂപം ഭക്തലോകെ വാഴട്ടെ. സത്യശുഭാനന്ദ രൂപം ഭക്തലോകെ വാഴട്ടെ. സത്യശുഭാനന്ദ രൂപം ഭക്തലോകെ വാഴട്ടെ. സത്യധർമ്മം പുലരട്ടെ, നിത്യശാന്തി കാണട്ടെ. സത്യശുഭാനന്ദ രൂപം ഭക്തലോകെ വാഴട്ടെ. സത്യശുഭാനന്ദ രൂപം ഭക്തലോകെ വാഴട്ടെ. പറക്കട്ടെ കൊടി പറക്കട്ടെ, ആദർശ കൊടി പറക്കട്ടെ. പറക്കട്ടെ കൊടി പറക്കട്ടെ, ആദർശ കൊടി പറക്കട്ടെ. ആനന്ദത്തെ ദാനം ചെയ്യൂ, ആദർശ കൊടി പറക്കട്ടെ. പറക്കട്ടെ കൊടി പറക്കട്ടെ, ആദർശ കൊടി പറക്കട്ടെ. ആനന്ദത്തെ ദാനം ചെയ്യൂ, ആദർശ കൊടി പറക്കട്ടെ. ആനന്ദത്തെ ദാനം ചെയ്യൂ, ആദർശ കൊടി പറക്കട്ടെ. ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ശുഭാനന്ദ നാമത്തിൽ ആദർശ സ്ഥാപനങ്ങളും ശുഭാനന്ദ ഭക്തസന്താനങ്ങളും ഉണ്ടാകുവാൻ ജഗദീശ്വരൻ അനുവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ പരനെ സ്തുതിച്ചിടുന്നേ, പരമാനന്ദം തരുന്നോനെ സ്തുതിച്ചിടുന്നേ. പരിശുദ്ധ പരിശുദ്ധരിൽ വാഴുന്ന പരമാത്മാവേ. ദേവന്മാരെ സ്തുതിക്കുന്ന പരമാത്മാവേ, പരിശുദ്ധരിൽ വാഴുന്ന പരമാത്മാവേ. പാപമകറ്റി പരമാനന്ദം തരുവാൻ പാരിടത്തിൽ വന്ന പരമാചാര്യനാണ് ശുഭാനന്ദ ഗുരു. പരമാനന്ദം തരുവാൻ പാരിടത്തിൽ വന്ന പരമാചാര്യനാണ് ശുഭാനന്ദ ഗുരു. ശുഭമായ ആനന്ദം സർവാത്മാക്കൾക്കും സിദ്ധമാകുവാൻ ഏകവഴി, അത് ജ്ഞാനവഴി, അത് കർമ്മവഴി, അത് മോക്ഷവഴി, അത് ബോധത്തിന്റെ വഴി. അങ്ങനെ ആത്മബോധം ആത്മാവിൽ ഉളവാകുവാൻ തക്ക വിധത്തിൽ ആത്മാക്കളെ സഞ്ചരിപ്പിക്കുന്ന
സഞ്ചരിപ്പിക്കുന്ന സത്യവഴിയിലൂടെ ഇതാ സർവശക്തി നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഉന്നതമായ ആദർശത്തിലേക്ക് അംഗങ്ങളായി ചേർന്ന് ജീവിക്കുന്ന ഓമനമിത്രങ്ങളെ, നിങ്ങൾ കണ്ടത് ദൈവത്തെയാണ്, നിങ്ങൾ കേട്ടത് ദൈവത്തെയാണ്, നിങ്ങൾ അറിയുന്നത് ദൈവത്തെയാണ്, നിങ്ങൾ അനുഭവിക്കുന്നത് ദൈവത്തിന്റെ ആനന്ദമാണ്. ഇതുപോലെ സുഖം തരുവാൻ ഈ ലോകത്തിൽ ഗുരുവല്ലാതാരുമില്ല. ഇതുപോലെ സുഖം തരുവാൻ ഈ ലോകത്തിൽ ഗുരുവല്ലാതാരുമില്ല. സുഖത്തിൽ ലയിച്ചിടാത്ത മനുജന്മം ഇഹലോകെ കാണുകില്ല. സുഖത്തിൽ സുഖത്തിൽ ലയിച്ചിടാത്ത മനുജന്മം ഇഹലോകെ കാണുകില്ല. സമ്പൂർണമായ സുഖത്തെ സർവാത്മാക്കളിലും പ്രദാനം ചെയ്യുവാൻ അതിനാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചിരിക്കുന്നത്. ഓരോരുത്തരും ഓരോ വിധ ആവശ്യങ്ങളുമായിട്ടാണ് സന്നിധാനത്തിൽ എത്തിയത്. അത് 99.8 വരെയും ഭൗതിക ആവശ്യങ്ങൾ തന്നെയാണ്. ഏതാണ്ട് 0.2 ഉള്ളൂ ഈ ഉന്നതമായ ഈ ആവശ്യമായി വന്നു ചേർന്നവർ. ഏതാവശ്യം? കണ്ണനെ കണി കാണണം, ഉള്ളിൽ കണി കാണണോ, കണ്ണനെ കണി കാണണം, ഉള്ളിൽ കണി മലിന ചിന്ത മാറണമോ, തത്വചിന്ത ഉദിക്കണമോ, കണ്ണനെ കണി കാണണോ, ഉള്ളിൽ കണി കാണണോ. മലിന ചിന്ത മാറണോ, ആഗ്രഹത്തോടുകൂടി വന്നത് 0.2% ആളുകളെ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം വന്നത് എന്തെങ്കിലുമൊക്കെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒരിക്കലും അതൊരു കുറവായി പറയുകയല്ല, അങ്ങനെയേ വരാൻ കഴിയുള്ളല്ലോ. ഈ ലോക ദുഃഖങ്ങൾ വച്ചിരിക്കുന്നത് തന്നെ ആത്മാവിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ദുഃഖം പരിഹരിക്കാൻ ആത്മാവിന്റെ ഉടമസ്ഥന്റെ സമീപത്തേക്ക് ഓടി വരുന്ന ഒരു തെറ്റല്ല. പക്ഷേ ഈ പല ആളുകളും ഈ ദുഃഖം പരിഹരിക്കാനായി വന്ന സമയത്തും കഠിനമായ ദുഃഖം കൊണ്ടാണ് ഗുരുസന്നിധിയിലേക്ക് എത്തുന്നത്. പലവിധ പ്രയാസങ്ങൾ, ഒരുപാട് സമയമെടുത്ത് പറയേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ പറയാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന് പറയാൻ എനിക്ക് സമയം കിട്ടുമോ എന്നുള്ള സംശയത്തോടു കൂടി വന്നവർ, അങ്ങനെയൊക്കെ വന്നവർ ഇവിടെ വന്നു ചേർന്നപ്പോൾ അവർക്കുണ്ടായ അനുഭവം എന്താണ്? ലോകം മറന്നുപോയി, ക്ഷീണം മറന്നുപോയി, ഭഗവാന്റെ പൊന്മുഖം കണ്ട നേരമോ. ലോകം മറന്നുപോയി, ക്ഷീണം മറന്നുപോയി, ഭഗവാന്റെ പൊന്മുഖം കണ്ട നേരമോ. ലോകം മറന്നുപോയി, ക്ഷീണം മറന്നുപോയി, ഭഗവാന്റെ പൊന്മുഖം കണ്ട നേരമോ. ക്ഷീണം മറന്നുപോയി, ഭഗവാന്റെ പൊന്മുഖം കണ്ട നേരമോ.
വിശേഷം? എവിടുന്നാണ് കുഞ്ഞാ വരുന്നത്? എന്തുകൊണ്ട് വിശേഷം? ആ പാൽപുഞ്ചിരിയും തേനൂലും തേൻമൊഴിയും കേട്ട് കഴിഞ്ഞപ്പോൾ ആ പാൽപുഞ്ചിരിയും എല്ലാം അറിയുന്ന അഖിലേശപാദത്തിൽ ഒന്നും പറയുവാൻ തോന്നിയില്ല. പലരുടെയും അനുഭവം അത് തന്നെയല്ലേ? അങ്ങനെ അനുഭവമുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് കൈ ഉയർത്തി കണ്ടാക്കും. അനേകം ആളുകൾക്ക് ഈ അനുഭവമുണ്ട്. പക്ഷേ ഇത് പറഞ്ഞില്ല എങ്കിലും അവർ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എന്തായിരിക്കും അനുഭവം? എല്ലാം പരിഹരിച്ചു തുടങ്ങുകയാണ്. ദുഃഖങ്ങൾ അകന്നു തുടങ്ങുകയാണ്. അജ്ഞാനം അകന്നു തുടങ്ങുകയാണ്. മാലിന്യങ്ങൾ അകന്നു തുടങ്ങുകയാണ്. മാനസാനന്ദം തരുന്ന ഈശ്വര രൂപം, മാനസാനന്ദം തരുന്ന ഈശ്വര രൂപം, മാനസാനന്ദം തരുന്ന ഈശ്വര രൂപം, മങ്ങാവിളക്കെന്ന പോലെ ശോഭിച്ചിടുന്നു, മാനസാനന്ദം തരുന്ന ഈശ്വര രൂപം, മാനസാനന്ദം തരുന്ന ഈശ്വര രൂപം, മങ്ങാവിളക്കെന്ന പോലെ ശോഭിച്ചിടുന്നു, മാനസാനന്ദം തരുന്ന ഈശ്വര രൂപം, മങ്ങാവിളക്കെന്ന പോലെ ശോഭിച്ചിടുന്നു, അന്ധകാര അഗ്നിയിൽ ഞാൻ വെന്തെരിഞ്ഞപ്പോൾ, അന്ധകാര അഗ്നിയിൽ ഞാൻ വെന്തെരിഞ്ഞപ്പോൾ, ബന്ധുവായി വന്നു എന്നെ വീണ്ടെടുത്തോരേ, അന്ധകാര അഗ്നിയിൽ ഞാൻ വെന്തെരിഞ്ഞപ്പോൾ, ബന്ധുവായി വന്നു എന്നെ വീണ്ടെടുത്തോരേ, സ്നേഹമേറും തേൻമൊഴികൾ ഓതി തന്നോരേ, സ്നേഹമേറും തേൻമൊഴികൾ ഓതി തന്നോരേ, പിഞ്ചു പൈതലെന്ന പോലെ താലോലിച്ചോരേ, സ്നേഹമേറും തേൻമൊഴികൾ ഓതി തന്നോരേ, ഒരു പിഞ്ചു പൈതലെന്ന പോലെ താലോലിച്ചോരേ, കേടുപാടുകളെല്ലാം എനിക്ക് തന്നോരേ, കേടുപാടുകളാകവേ നീക്കി തന്നോരേ, കേടുപാടുകളാകവേ നീക്കി തന്നോരേ, സച്ചിന്തകനാക്കി എന്നെ വളർത്തി തന്നോരേ, കേടുപാടുകളാകവേ നീക്കി തന്നോരേ, സച്ചിന്തകനാക്കി എന്നെ വളർത്തി തന്നോരേ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാനായി അറിവു തന്നോരേ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാനായി അറിവു തന്നോരേ, സൽഫലങ്ങൾ സ്വീകരിച്ചു
തന്ന രക്ഷക, ആനന്ദത്തെ ദാനമായി തന്ന രക്ഷക, ആനന്ദത്തെ ദാനമായി തന്ന രക്ഷക, നിത്യാനന്ദ രാജ്യമതിൽ ചേർത്ത രക്ഷക, നിത്യാനന്ദ രാജ്യമതിൽ ചേർത്ത രക്ഷക, ആനന്ദത്തെ ദാനമായി തന്ന രക്ഷക, നിത്യാനന്ദ രാജ്യമതിൽ ചേർത്ത രക്ഷക, വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ദിവ്യനാമത്തെ, വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ദിവ്യനാമത്തെ, പൂജിക്കുന്നു പൂജിക്കുന്നു തങ്കപാദത്തെ, വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ദിവ്യനാമത്തെ, പൂജിക്കുന്നു പൂജിക്കുന്നു തങ്കപാദത്തെ, വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ദിവ്യനാമത്തെ, പൂജിക്കുന്നു പൂജിക്കുന്നു തങ്കപാദത്തെ, ആനന്ദത്തെ ദാനമായി തന്ന രക്ഷക, ആനന്ദത്തെ ദാനമായി തന്ന രക്ഷക, നിത്യാനന്ദ രാജ്യമതിൽ ചേർത്ത രക്ഷക, ആനന്ദത്തെ ദാനമായി തന്ന രക്ഷക, വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ദിവ്യനാമത്തെ, വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ദിവ്യനാമത്തെ, പൂജിക്കുന്നു പൂജിക്കുന്നു തങ്കപാദത്തെ, വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ദിവ്യനാമത്തെ, പൂജിക്കുന്നു പൂജിക്കുന്നു തങ്കപാദത്തെ. ലോകവും മറന്ന് ദേഹവും മറന്ന് സർവ്വതും മറന്ന് പരമാനന്ദത്തിൽ ലയിക്കുവാനുള്ള പരമോന്നത അവസ്ഥ, ലോകവും മറന്ന് ദേഹവും മറന്ന് സർവ്വവും മറന്ന് പരമാനന്ദത്തിൽ ലയിക്കുവാൻ തക്ക വിധത്തിലുള്ള അവസ്ഥ, ഉന്നതമായ അവസ്ഥ ഈ ലോകത്തിൽ സ്ഥാപിച്ചുകൊണ്ടാണ് സ്ഥാപകനാകുന്ന ജഗദീശ്വരൻ മാറ്റമില്ലാതെ ഇവിടെ വാഴുന്നത്. ഈ ലോകത്തിൽ സ്ഥാപിച്ചുകൊണ്ടാണ് ഇതിന്റെ സ്ഥാപകനാകുന്ന ജഗദീശ്വരൻ മാറ്റമില്ലാതെ ഈ ലോകത്തിൽ നിന്നും വാഴുന്നത്. അത് സംശയിച്ചോ തർക്കിച്ചോ പലവിധത്തിൽ വിമർശിച്ചോ പരിശോധിച്ചോ ഒക്കെ നടക്കുന്നവർക്ക് അത് മനസ്സിലാവുകയില്ല. സംശയിച്ചോ തർക്കിച്ചോ പലവിധത്തിൽ പരിശോധിച്ചോ ഒക്കെ നടക്കുന്നവർക്ക് അത് മനസ്സിലാകും. വിമർശിച്ചോ നടക്കുന്നവർക്ക് അത് മനസ്സിലാകില്ല. സംശയം അറ്റ് ജീവിക്കുന്നവർക്ക് പരമഗുരുവിന്റെ പരമാനന്ദം അനുഭവിക്കുവാൻ കഴിയൂ. ഈ സംശയം അറ്റു മാറണമെങ്കിൽ എന്ത് വേണം? അവരവരിൽ കുറവില്ലാത്ത സത്യജീവിതം പൂർണ്ണമാകണം. കുറവുകൾ ഉണ്ടായാൽ സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാം ഒരുക്കി വെച്ച് നമ്മൾ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാലും പരിപൂർണമായത് അനുഭവിക്കുന്നു എന്ന് വന്നാലും നിസാരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ദേവന്മാരെ തേടിപ്പോകും. ദേഹമില്ലാതെ ലോകത്തിൽ വാഴുന്നവരാണ് ദേവീദേവന്മാർ. അവരിലേക്ക് സന്വേഷിപ്പിച്ചിരിക്കുന്ന ഒരു ചൈതന്യം മാത്രമാണ് അവിടെ നിലകൊള്ളുന്നത്. ആ ചൈതന്യത്തെ നിലനിർത്തുവാൻ അവിടെ കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ചൈതന്യത്തിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുകയാണ് ആത്മലോകം. ഏതാത്മലോകം? ദേഹത്തോടുകൂടി ലോകത്തിൽ ജീവിക്കുന്ന ആത്മാക്കൾ. ഈ പരമസത്യം അറിയാത്തത് കൊണ്ടല്ലേ അങ്ങനെ പോകുന്നത്? ഇതിന്റെ ശരിയായ വഴി തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ അങ്ങനെ പോകുന്നത്? ആലോചനയില്ലാത്തത് കൊണ്ടല്ലേ? ആലോചന പരമഗുരു അറിയിക്കുന്ന അറിവിൽ കൂടി ആലോചിച്ച് ആലോചിച്ച് ആലോകത്തെ
കരസ്ഥമാക്കുവാൻ പരമഗുരു അറിയിക്കുന്ന അറിവിൽ കൂടി ആലോചിച്ച് ആലോകത്തെ കരസ്ഥമാക്കുവാൻ പരമാനന്ദാവസ്ഥ ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ പരമാനന്ദാവസ്ഥ ദേഹത്തിൽ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ എന്താണ് ആവശ്യം? സത്യധർമാദികൾ പുലർത്തിക്കൊണ്ട് ലോകത്തിൽ ജീവിതം ചെയ്യണം. അതിന് കഴിയാതെ വരുമ്പോഴാണ് ഗുരുവിൽ നിന്ന് അകന്ന് വേറെ പല വഴിക്കും പോയി രക്ഷ അന്വേഷിച്ച് നടക്കുന്നത്. അത് ശരിയായ നടപടികളല്ല. അപ്പൊ പലരും വിചാരിക്കും ക്ഷേത്രത്തിൽ പോകുന്നതിനെതിരാണോ ഗുരുദേവനെന്ന്. എനിക്ക് എതിരൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് പൂർണ്ണാവസ്ഥയിൽ എത്താൻ അവിടെ കൊണ്ട് കഴിയുമോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കണം. അങ്ങനെ പരിശോധിക്കുവാൻ കഴിവുള്ളവർ തന്നെ വളരെ കുറവാണ്. അറിവുള്ളവർക്കേ അങ്ങനെ പരിശോധിക്കാനും കഴിയുള്ളൂ. കാരണം അനുഭവിക്കുന്ന അനുഭവ ഗുണത്തെ വേണ്ട വിധത്തിൽ പരിശോധിച്ച് അറിഞ്ഞുകൊണ്ട് ആസ്വദിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് വീണ്ടും മറ്റു കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നത്? അപ്പൊ അനുഭവമാകുന്ന ഒരു സുഖം. ഇപ്പൊ കാർത്തിക മകീരം ജന്മനക്ഷത്ര മഹോത്സവങ്ങൾ നടത്തപ്പെട്ടു. ആരോട് ചോദിച്ചാലും പറയൂ ഇതുപോലൊരു ഉത്സവം ഇതിനു മുമ്പ് നടന്നിട്ടില്ല, എന്തോ ഒരു ആനന്ദമായിരുന്നു എന്ന് പറയും. എല്ലാവരും അങ്ങനെ തന്നെ പറയും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന എന്റെ സന്താനങ്ങൾ വാദോരാതെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലുള്ളവരും അവരവരുടെ ആരാധനകളിലും അതുപോലെ ആൾ കൂടുന്നിടത്തും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ആനന്ദം അനുഭവിക്കാത്തവർ ഒരിക്കലും അങ്ങനെ പറയുകയില്ലല്ലോ. അനുഭവിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ എങ്ങനെയാണത് അനുഭവമായതെന്നുള്ള ആലോചന പലർക്കും ഇല്ല. ആത്മാവിൽ ആനന്ദം അനുഭവമാക്കുവാൻ ആനന്ദ സ്വരൂപനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അതാണ് അറിവിൽ കൂടി മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പരമാനന്ദം പരന്മാരിനെ അനുഭവമാക്കുവാൻ കഴിവുള്ള പരമഗുരു ഈ ലോകത്തിൽ ദേഹത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അതിനെ മറന്നിട്ട് മറ്റൊരു വഴിക്ക് പോയാൽ ആശ്വാസം തേടി അലയേണ്ട ആത്മാവേ, ആശ്വാസം നൽകുവാൻ താൻ ഒരുവൻ, ആശ്വാസം തേടി അലയേണ്ട ആത്മാവേ, ആശ്വാസം നൽകുവാൻ താൻ ഒരുവൻ, ആശ്വാസത്തിനൂടെ പൂർണ്ണസ്വരൂപനെ, ആശ്വാസത്തിനൂടെ പൂർണ്ണസ്വരൂപനെ, ആശയറ്റ ആത്മാവിൽ എന്നും കാണാം, ആശ്വാസത്തിനൂടെ പൂർണ്ണസ്വരൂപനെ, ആശയറ്റ ആത്മാവിലെന്നും കാണാം, ആശിച്ചു ഓടി നടക്കുന്ന ആത്മാവേ, ആശിച്ചു ഓടി നടക്കുന്ന ആത്മാവേ, ആശയോടുങ്ങി നീ നിന്നെ കാണൂ, ആശിച്ചോടി നടക്കുന്ന ആത്മാവേ, ആശയോടുക്കി നീ നിന്നെ കാണൂ, നിന്നെ കണ്ടിടുവാൻ നിന്നിൽ കണ്ടിടുവാൻ, നിന്നെ കണ്ടിടുവാൻ നിന്നിൽ കണ്ടിടുവാൻ, നിന്നെ സൃഷ്ടിച്ചൊരു ജ്ഞാനം നൽകും,
നൽകും. ഓ ഉത്ഭവജ്ഞാനത്തിൻ്റെ ഉത്ഭവരൂപനെ, ഉത്ഭവജ്ഞാനത്തിൻ്റെ ഉത്ഭവരൂപനെ, ഉൾക്കാമ്പിൽ കാണുമ്പോൾ ആശ മാറും. ഓ ഉത്ഭവജ്ഞാനത്തിൻ ഉത്ഭവരൂപനെ, ഉൾക്കാമ്പിൽ കാണുമ്പോൾ ആശ മാറും. ഓ അറിവിനാൽ ആശകളെല്ലാം ഒടുങ്ങിയിട്ട്, അറിവിനാൽ ആശകളെല്ലാം ഒടുങ്ങിയിട്ട്, ആനന്ദരൂപനിൽ ചേർന്നു വാഴാം. അറിവിനാൽ ആശകൾ ആശ അറ്റുമാറാൻ ഒരു വഴിയേ ഉള്ളൂ. ചില ആളുകൾ പറയും എന്തെല്ലാം ആഗ്രഹിച്ചാലും അതെല്ലാം നേടണമെന്ന്. ചില ആളുകൾ പറയും എന്തെല്ലാം ആഗ്രഹിച്ചാലും അതെല്ലാം നേടണം. ആഗ്രഹിക്കുന്നതല്ലേ അതങ്ങ് നടത്തി പോകുന്നതാ നല്ലത്. ആഗ്രഹിക്കുന്നതല്ലേ അതങ്ങ് നടത്തി പോകുന്നത്. എല്ലാം നടത്താൻ ഒരു ജന്മം കൊണ്ട് സാധിക്കുകയില്ല. എല്ലാം നടത്താൻ ഒരു ജന്മം കൊണ്ട് അപ്പൊ കൂടുതൽ കൂടുതൽ ആശ ഉണ്ടാകുമ്പോ കൂടുതൽ കൂടുതൽ നാശമാണ് ഉണ്ടാകുന്നത്. മാത്രവുമല്ല ജന്മം വീണ്ടും എടുക്കേണ്ടി വരും. ജന്മം പലതെടുക്കുന്നു, കർമ്മം പുനരൊടുക്കുന്നു. അപ്പൊ വീണ്ടും വീണ്ടും ആശകൾ വർദ്ധിക്കുകയാണ്. അപ്പൊ ആശ ഒടുക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ആശിക്കാതിരിക്കുക. എങ്ങനെയാണ് ആശിക്കാതിരിക്കുന്നത്? അറിവ് കൊണ്ട് മനഃശക്തി ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊരു 10-15 വർഷം മുമ്പ് ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇന്ന് നിങ്ങളുടെ മനസ്സിൽ പോലും ഇല്ലാത്ത പല കാര്യങ്ങളും ഇല്ലേ? സാധിച്ചിട്ട് ഒഴിവാക്കിയതല്ല, സാധിക്കില്ല എന്ന് കണ്ട് ഒഴിവാക്കിയ പല ആഗ്രഹങ്ങളും ഇല്ലേ? തീർച്ചയായും ഉണ്ട്. പലരുടെയും ഉള്ളിലുണ്ട്. ചിലർക്ക് ഓർത്തെടുക്കാൻ പറ്റും, ചിലർക്ക് എടുക്കാൻ പറ്റുന്നില്ല. സാഹചര്യം കൊണ്ട് നിങ്ങൾ ഒഴിവാക്കിയതാണ്, അല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് നടക്കില്ല എന്നുള്ള അറിവിൽ ഒഴിവാക്കിയതാണ്. ഇതുപോലെ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളെല്ലാം അറിവിൽ കൂടി ഒഴിവാക്കി ആശയില്ലാത്ത ഒരു മാനസം ഉണ്ടാക്കിയെടുത്താൽ മാനസാനന്ദ സ്വരൂപനാകുന്ന ഗുരുവിനെ അകതാരിൽ കണ്ടുകൊണ്ട് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും കഴിയും. ഇത് ബോധ്യപ്പെടുത്തുവാനാണ് ഒന്നും പറയാതെ നിങ്ങൾക്ക് ഈ അനുഭവം തരുന്നത്. എന്താ തന്നത്? ആദ്യം വന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നീട് വന്ന സമയത്തോ പറയാൻ വന്ന കാര്യം പറഞ്ഞില്ല. ഇന്ന് തന്നെ പലരും ദക്ഷിണ വെച്ച് ഇങ്ങനെ തിരിഞ്ഞൊന്ന് നോക്കും, പറയാൻ വല്ല സാഹചര്യം ഉണ്ടോ എന്ന് നോക്കും. അപ്പൊ ആള് കൂടി നിൽക്കുന്നു, ബുദ്ധിമുട്ടാക്കണ്ട എന്ന് വിചാരിച്ചു പോയ പല ആളുകളും ഉണ്ട്. അത് അറിവിന്റെ ഒരു ലക്ഷണമാണ്. കാരണം അങ്ങനെ ഒരു സംയമനം പാലിക്കാൻ കഴിയുന്നത് അവർക്ക് അറിവുള്ളതുകൊണ്ടാണ്. തിരക്ക് കൂടുതലാണ്, ഭഗവാന് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചങ്ങ് പോകാം എന്ന് ചിന്തിച്ചവരുണ്ട്. അങ്ങനെ പോയവരുണ്ട്. അങ്ങനെ പല സന്ദർഭങ്ങളിലായി പല ആഗ്രഹങ്ങളും പറയാതെ പോയിട്ടും
സാധിച്ചു തന്നത് ഭഗവാന്റെ കാരുണ്യമാണ്. സാധിച്ചു തന്നത് ഭഗവാന്റെ ഈ കാരുണ്യമാണ്. കാരുണ്യം നിങ്ങളിൽ എത്തിച്ചത് എന്തിനാണ്? ഈ കാരുണ്യം നമ്മളിൽ എത്തിച്ചത് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ നിങ്ങളിൽ വർദ്ധിപ്പിക്കരുത് എന്ന അറിവിലെത്തിക്കുവാൻ വേണ്ടിയാണ്. ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ നമ്മളിൽ വർദ്ധിപ്പിക്കരുത് എന്ന് നിനക്ക് വേണ്ടതെല്ലാം ഈ പ്രകൃതിയിൽ ഒരുക്കി തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടതെല്ലാം ഈ പ്രകൃതിയിൽ ഒരുക്കി തന്നു. ഞാൻ അറിയിക്കുന്ന വഴിയിൽ കൂടി നീ ജീവിച്ചാൽ നിനക്ക് വേണ്ടതെല്ലാം അവിടെ എത്തിക്കൊള്ളും. ഭഗവാൻ അറിയിക്കുന്ന അറിവിൽ കൂടി നമ്മൾ ജീവിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം അവിടെ എത്തിക്കൊള്ളും. അത് കൃത്യവും സത്യവുമായ അനുഭവമാണ്. അങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കണ്ടാകും. അങ്ങനെയെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചിന്തിച്ചു പോകുന്നത്? വീണ്ടും നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, എന്തിനാണ് ദേവന്മാരെ അന്വേഷിച്ചു പോകുന്നത്? എന്തിനാണ് നാഗന്മാരെ അന്വേഷിച്ചു പോകുന്നത്? എന്തിനാണ് യക്ഷന്മാരെ അന്വേഷിച്ചു പോകുന്നത്? എന്തിനാണ് ദേവിമാരെ അന്വേഷിച്ചു പോകുന്നത്? എന്തിനാണ് ഭൂതപ്രേത പിശാചുക്കളെ ആരാധിക്കാൻ പോകുന്നത്? വേണ്ട, അമ്പലം തേടി നടന്നിടണ്ട, അമ്പരം നോടി നടന്നിടണ്ട. അമ്പലം തേടി നടന്നിടണ്ട, അമ്പരം നോടി നടന്നിടണ്ട. അമ്പലം നമ്മുടെ മൺശരീരം, പ്രതിഷ്ഠ ഉള്ളിലുള്ള ആത്മാവുതാൻ. അമ്പലം നമ്മുടെ മൺശരീരം, പ്രതിഷ്ഠ ഉള്ളിലുള്ള ആത്മാവുതാൻ. അപ്പൊ ഇത്രയും വലിയൊരു ക്ഷേത്രത്തിന്റെ അധിപതിയായി നിൽക്കുന്ന ആള്, ഇത്രയും വലിയൊരു ക്ഷേത്രത്തിന്റെ അധിപതിയായി നിൽക്കുന്ന ഇപ്പൊ നമ്മുടെ രാജഗോപാൽ ഭക്തൻ സാക്ഷി പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, രാജഗോപാൽ ഭക്തൻ സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞു, അനേകം ക്ഷേത്രങ്ങൾ നിർമ്മിച്ച ഒരു സ്ഥപതിയെ കാണാൻ പോയ വെത്തപ്പാടാണ് പറഞ്ഞത്. അനേക ക്ഷേത്രങ്ങൾ നിർമ്മിച്ച ഒരു സ്ഥപതിയെ കാണാൻ പോയതിന്റെ വെത്തപ്പാടാണ്. ആ ആളിന് അത്രയും പ്രാധാന്യവും ആ ബലവും അതിൻ്റെതായ പ്രാമുഖ്യവും ഒക്കെ ഉണ്ട്. അയാളുടെ അത്രയും പ്രാധാന്യവും ബലവും പ്രാമുഖ്യവും ഒക്കെ ഉണ്ട്. എങ്കിൽ സ്വന്തമായ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അതിനുള്ളിൽ വസിക്കുന്ന നമ്മൾക്ക് ഒരു പ്രാധാന്യവും ഇല്ലേ? സ്വന്തമായ ക്ഷേത്രം നിർമ്മിച്ച് അതിനുള്ളിൽ വസിക്കുന്ന നമുക്കൊരു പ്രാധാന്യവുമില്ലേ? നിർമ്മിച്ചത് ഈശ്വരനാണെങ്കിലും നിർമ്മിച്ചത് ഈശ്വരൻ. നമുക്ക് സ്വാതന്ത്ര്യത്തിനായി നമ്മുടെ സ്വന്തമായി തന്നെ തന്നിരിക്കുന്നതല്ലേ ഇത്? അമ്പലം നമ്മുടെ മൺശരീരം, പ്രതിഷ്ഠ ഉള്ളിലുള്ള ആത്മാവുതാൻ. ഒരു ക്ഷേത്രവും ഒരു ക്ഷേത്രം, അതിനുള്ളിൽ ഒരു പ്രതിഷ്ഠയും അതിന് പൂജ ചെയ്യാനുള്ള സർവ്വ സാഹചര്യങ്ങളും എല്ലാം 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 ഒരുക്കി ഉത്സവം ആഘോഷിക്കാൻ നിന്നെ വിളിക്കുകയാണ് ദൈവം. എല്ലാം 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 ഒരുക്കി ഉത്സവം ആഘോഷിക്കാൻ നമ്മെ വിളിക്കുക. എങ്ങനെയാണ് ആ ഉത്സവം ആഘോഷിക്കുന്നത്? ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ പൂരമായി ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ പൂരമായി ആഘോഷിക്കാം. അപ്പോ ക്ഷേത്രത്തിന്റെ ഉത്സവം നടക്കുന്നത് എപ്പോഴാണ്? ക്ഷേത്രത്തിന്റെ ഉത്സവം നടക്കുന്നത് എപ്പോഴാണ്? ആ ദേവന്റെ വിജയം നാട്ടിൽ അറിയിക്കുവാൻ വേണ്ടിയാണ് ഉത്സവം നടത്തുന്നത്. ദേവന്റെ വിജയം നാട്ടിൽ അറിയിക്കുവാൻ വേണ്ടിയാണ്. ആ അജയ്യനായ ഒരു ദേവൻ ഈ പ്രദേശത്ത് വാഴുന്നു എന്ന്, അജയ്യനായ ഒരു ദേവൻ ഈ പ്രദേശത്ത് വാഴുന്നു എന്ന് നാട്ടുകാരെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഉത്സവം നടത്തുന്നത്. നാട്ടുകാരെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഉത്സവം. അതിന് വേണ്ടുന്ന സന്നാഹങ്ങളൊക്കെ ഒരുക്കി അതിന് വേണ്ടുന്ന സന്നാഹങ്ങൾ, പ്രത്യേക പൂജകൾ നടത്തി, പ്രത്യേക ആഘോഷ പരിപാടികൾ വെച്ച്, പ്രത്യേക ആഘോഷ പരിപാടികൾ ആ പൂജനീയമായ നിലയിലായിരുന്നു പണ്ടൊക്കെ നടന്നിരുന്നത്. പൂജനീയമായ നിലയിലായിരുന്നു പണ്ടൊക്കെ നടന്നിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ മദ്യവും ഏറ്റവും കൂടുതൽ ഇറച്ചിയും ഏറ്റവും കൂടുതൽ അനാശാസ പരിപാടികളും നടത്തുന്ന ആ ഒരു സംവിധാനമായിട്ട് ഉത്സവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മദ്യവും ഏറ്റവും കൂടുതൽ ഇറച്ചിയും ഏറ്റവും കൂടുതൽ അനാശാസ്യ പ്രവൃത്തികൾ നടക്കുന്നതുമായ ഒരു വേദിയാക്കി തീർത്തിരിക്കുകയാണ്. ആ ഉത്സവങ്ങളെല്ലാം അങ്ങനെയാക്കി തീർത്തിരിക്കുകയാണ്. അത് ശരിയായ ഉത്സവമല്ല. വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഒരു ദേവനെ പൂജിച്ചും ആരാധിച്ചും ആ ദേവൻ ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ
ഭക്തജനങ്ങൾ ഒന്നിച്ച് ആഘോഷിക്കുമ്പോഴാണ് ഒരു ഉത്സവമായി ഇത് മാറുന്നത്. ഭക്തജനങ്ങൾ ഒന്നിച്ച് ആഘോഷിക്കുമ്പോഴാണ് ഒരു ഉത്സവമായി ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോൾ അങ്ങനെയല്ല. വാഹനങ്ങൾ നിറച്ച് ആയുധങ്ങളുമായിട്ടാണ് ഉത്സവം ആഘോഷിക്കാൻ പോകുന്നത്. വാഹനങ്ങൾ നിറച്ച് ആയുധങ്ങളുമായിട്ടാണ് ഉത്സവം ആഘോഷിക്കുന്നത്. അത് ശരിയായ ആഘോഷമല്ല. അത് ശരിയായ ഇപ്പൊ ആഘോഷമല്ല. നമുക്ക് എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? നമുക്ക് എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? നമ്മുടെ ആത്മാവിലായി ആത്മനാഥനെ വരുത്തിയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. നമ്മുടെ ആത്മാവിലായി ആത്മനാഥനെ വരുത്തിയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പരമാത്മാവും ജീവാത്മാവും ഒന്നായി ചേർന്നാൽ ആനന്ദമോ. പരമാത്മാവും ജീവാത്മാവും ഒന്നായി ചേർന്നാൽ ആനന്ദമോ. ഓ പരമാത്മാവും ജീവാത്മാവും ഒന്നായി ചേർന്നാൽ ആനന്ദമോ. പരിശുദ്ധമായ ആത്മാവിൽ പരമാത്മാവ് വാഴുന്നു. ഓ പരിശുദ്ധമായ ആത്മാവിൽ പരമാത്മാവ് വാഴുന്നു. ഓ പരമാത്മാവും ജീവാത്മാവും ഒന്നായി ചേർന്നാൽ ആനന്ദം. പരിശുദ്ധമായ ആത്മാവിൽ പരമാത്മാവ് വാഴുന്നു. പരമാത്മാ ജീവാത്മാ സമ്മേളനമാണ് നമ്മുടെ ഉത്സവം. പരമാത്മാ ജീവാത്മാ സമ്മേളനമാണ് നമ്മുടെ ഉത്സവം. ആ ഉത്സവം ആഘോഷിക്കാനാണ് ഈ ഒരുക്കങ്ങളെല്ലാം നടത്തുന്നത്. ആ ഉത്സവം ആഘോഷിക്കുവാനാണ് ഈ ഒരുക്കങ്ങളെല്ലാം നടത്തുന്നത്. 4 നാൾ ആചാരം 3 നാൾ വിശുദ്ധവ്രതം എന്ന നിയമത്തിൽ കൂടി ജീവിക്കുമ്പോൾ 4 നാൾ ആചാരം 3 നാൾ വിശുദ്ധവ്രതം എന്ന നിയമത്തിൽ കൂടി ജീവിക്കുമ്പോൾ എങ്ങനെയായി തീരുമെന്നാണ് പറഞ്ഞത്? എങ്ങനെയായി തീരുമെന്നാണ്? മൂർത്തി താൻ തന്നെ ആകുമെന്നാണ്. മൂർത്തി താൻ തന്നെ ആകുമെന്നാണ്. ആര് തന്നെയാകും? ആര് തന്നെയാകും? ആത്മാവ് തന്നെ ആയിത്തീരുകയാണ്. ആത്മാവ് തന്നെയായി. അതാണ് പറഞ്ഞത്, അമ്പലം നിന്നുടെ മനുഷ്യരീരം പ്രതിഷ്ഠ ഉള്ളിലുള്ള ആത്മാവ് താൻ. എന്താണ് കൽപ്പിച്ചത്? അമ്പലം നിന്നുടെ മനുഷ്യരീരം പ്രതിഷ്ഠ ഉള്ളിലുള്ള ആത്മാവ് താൻ. അങ്ങനെ കാണുവാനും അറിയുവാനും ഉള്ള കാഴ്ച ഉണ്ടാകണമെങ്കിൽ ഗുരുവിന്റെ ജ്ഞാനം ഗ്രഹിക്കണം. അങ്ങനെ അറിയുവാനും കാണുവാനും ഉള്ള കാഴ്ച ഉണ്ടാകണമെങ്കിൽ ഗുരുവിന്റെ ജ്ഞാനം ഗ്രഹിക്കണം. അങ്ങനെ ഗ്രഹിച്ചവരാരും പിന്നെ അമ്പലം തേടി പോവുകയില്ല. അങ്ങനെ ഗ്രഹിച്ചവരാരും പിന്നെ അമ്പലം തേടി പോവുകയില്ല. ദേവീദേവന്മാരെ തേടി പോവുകയില്ല. ദേവീദേവന്മാരെ തേടി പോവുകയില്ല. കാരണം ദേഹത്തോടുകൂടി ജീവിക്കുന്ന ഒരു ആത്മാവ് ദേഹത്തോടുകൂടി ജീവിക്കുന്ന ഒരു ആത്മാവ് ദേഹമില്ലാതിരിക്കുന്ന ദേവീദേവന്മാരെക്കാളും എത്രയോ ഉയർന്നാണ് നിൽക്കുന്നത്. ദേഹമില്ലാതെ നിൽക്കുന്ന ദേവീദേവന്മാരെക്കാളും എത്രയോ ഉയർന്നാണ് നിൽക്കുന്നത്. എന്തുകൊണ്ട്? കൂടുതൽ അറിവ് ഗ്രഹിക്കുവാനും കൂടുതൽ അറിവ് ഗ്രഹിക്കുവാനും ഈ ദേവീദേവന്മാരെക്കാളും ഉയർന്ന പടിയിലേക്ക് എത്തുവാനും ദേവീദേവന്മാരെക്കാൾ ഉയർന്ന പടിയിലേക്ക് എത്തുവാനും അറിവും കഴിവും പ്രാപ്തിയും കൊടുത്താണ് ഒരു ആത്മാവിനെ ലോകത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. അറിവും കഴിവും പ്രാപ്തിയും കൊടുത്താണ് ഒരു ആത്മാവിനെ ലോകത്തിൽ നിലനിർത്തി. അത് അറിയാത്തവരാണ് താഴെ കിടക്കുന്നത്. അത് അറിയാത്തവരാണ് താഴെ കിടക്കുന്നത്. അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. അറിഞ്ഞു പ്രവർത്തിക്കുന്നവരങ്ങനെ ഉയർന്നുകൊണ്ട് പഴമക്കാർ പറയുമായിരുന്നു, പഴമക്കാർ പറയുമായിരുന്നു, ഒരു ശിഷ്യബന്ധത്തിൽ ജീവിക്കുന്ന ഭക്തന്മാർ, ഒരു ശിഷ്യബന്ധത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ ഭക്തന്മാർ ക്ഷേത്രത്തിന്റെ മുൻപിൽ ചെന്നാൽ ക്ഷേത്രത്തിന്റെ മുൻപിൽ അവിടെ ഇരിക്കുന്ന വിഗ്രഹം ഇളകുമെന്ന് പറയുമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന വിഗ്രഹം ഇളകുമെന്ന് പറയുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ആ ചൈതന്യത്തെക്കാൾ ഉയർന്ന ചൈതന്യമാണ് ഈ ശിഷ്യനിൽ നിലകൊള്ളുന്നത്. ആ ചൈതന്യത്തെക്കാൾ ഉയർന്ന ചൈതന്യമാണ് ഈ ശിഷ്യനിൽ നിലകൊള്ളുന്നത്. കാരണം എന്താ? സദ്ഗുരുവിന്റെ സാരോപദേശം ഗ്രഹിക്കുവാനുള്ള ഭാഗ്യം ഈ ശിഷ്യനുണ്ട്, ആ ദേവനോ ദേവിക്കോ ഉണ്ടായിട്ടില്ല. സദ്ഗുരുവിന്റെ സാരോപദേശം ഗ്രഹിക്കുവാനുള്ള ഭാഗ്യം ഈ ശിഷ്യനുണ്ട്, ആ ദേവനോ ദേവിക്കോ ഉണ്ടായിട്ടില്ല. ആ ശിഷ്യനതിൽ ഗ്രഹിച്ചവനാണ്, ശിഷ്യനത് ഗ്രഹിച്ചവൻ, അതിനനുസരിച്ച് ജീവിക്കുന്നവനാണ്. അതിനനുസരിച്ച് ജീവിക്കുന്നു. അത്രയും ചൈതന്യം ഈ ദേവിക്കോ ദേവനോ ഇല്ല. അത്രയും ചൈതന്യം ഈ ദേവിക്കോ പക്ഷെ ഇത് അറിയാതെ പോകുന്നതാണ് കുറവ്. ഇത് അറിയാതെ പോകുന്നതാണ്. അറിയണമെങ്കിൽ എന്ത് വേണം? അറിയണമെങ്കിൽ എന്ത് വേണം? ഈ നിയമം തന്നെ പാലിക്കണം. ഈ നിയമം തന്നെ ഈ നിയമത്തിൽ കൂടിയാണ് ആത്മാവ് പ്രകാശിതമാകുന്നത്. ഈ നിയമത്തിൽ കൂടിയാണ് ആത്മാവ് ഈ പ്രകാശം വർദ്ധിക്കും തോറുമാണ് ഈ അറിവുകളൊക്കെ ആത്മാവിൽ ലഭിക്കുന്നത്. പ്രകാശം വർദ്ധിക്കുന്നതോറുമാണ് ഈ അറിവുകളൊക്കെ ആത്മാവിൽ ലഭിക്കുന്നത്. ഇത് ക്ഷേത്രങ്ങളിൽ പോയി അഹങ്കാരം പറയാനല്ല ഞാനിത് പറഞ്ഞു വരുന്നത്. ക്ഷേത്രങ്ങളിൽ പോയി അഹങ്കാരം പറയാനല്ല നിങ്ങളിൽ മായാമറ കൊണ്ടുണ്ടായിരിക്കുന്ന മറവികളൊക്കെ മാറ്റി, നമ്മളിൽ മായാമറ കൊണ്ടുണ്ടായിരിക്കുന്ന മറവികളൊക്കെ മാറ്റി മനുഷ്യജന്മത്തിന്റെ മഹത്വം വീണ്ടും വീണ്ടും നിങ്ങളിൽ തെളിയിക്കുവാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. മനുഷ്യജന്മത്തിന്റെ മഹത്വം വീണ്ടും വീണ്ടും നമ്മളിൽ തെളിയിക്കുവാൻ വേണ്ടിയാണ്. അല്ലാതെ ഒരു ദേവനെ അധിക്ഷേപിക്കുവാനോ, അല്ലാതെ ഒരു ദേവനെ അല്ലെ ഒരു ദേവിയെ അധിക്ഷേപിക്കാനോ, അല്ലെ ക്ഷേത്രാരാധനയെ വെറുക്കാനോ ഒന്നുമല്ല ഈ പറയുന്നത്. ഗുരുവിനെ കണ്ട്, ഗുരുവിനെ അറിഞ്ഞ്, ഗുരുവിനെ പൂജിച്ച്, ഗുരുവിനെ ആരാധിച്ച് ജീവിക്കുന്ന ഒരു ശിഷ്യനോ ശിഷ്യയോ ക്ഷേത്രാരാധനയ്ക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല.
ആവശ്യം വരുന്നില്ല. കാരണം ദേവീദേവന്മാരാൽ പരിപൂജനായിരിക്കുന്ന പരമഗുരുവിനെയാണ് നിങ്ങൾക്ക് ഗുരുവായി ലഭിച്ചിരിക്കുന്നത്. ദേവീദേവന്മാരാൽ പൂജിതനായിരിക്കുന്ന പരമഗുരുവിനെയാണ് നമുക്ക് ഗുരുവായി ലഭിച്ചത്. ആ ദേവന്മാർ കൂടെയുണ്ട്, പരമ്പര ദൂതന്മാർ കൂടെയുണ്ട്. ദേവന്മാർ ദേവന്മാർ കൂടെയുണ്ട്, പരമ്പര ദൂതന്മാർ കൂടെയുണ്ട്. പല സന്ദർഭങ്ങളിലും ആദ്യ ശരീര കാലത്ത് പല സ്ഥലങ്ങളിലേക്കും സ്വയം ഇറങ്ങി സഞ്ചരിക്കാറുണ്ടായിരുന്നല്ലോ. അങ്ങനെ സഞ്ചരിക്കുന്ന സമയങ്ങളിലൊക്കെ പല ക്ഷേത്രങ്ങളിൽ നിന്നും ദേവിമാരും ദേവന്മാരും ഇറങ്ങി പാദനമസ്കാരം ചെയ്ത ചരിത്രമുണ്ട്. അങ്ങനെ അന്നുണ്ടായിരുന്നവർക്ക് അത് അനുഭവമുള്ള കാര്യമാണ്. അല്പം ചില കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ എഴുതി സൂക്ഷിച്ചിട്ടുമുണ്ട്. അങ്ങനെ ദേവന്മാരാൽ പരിപൂജിതനായി വാഴുന്ന ഗുരുവിനെ നിങ്ങൾക്ക് ഗുരുവായി ലഭിച്ചിരിക്കുമ്പോൾ നമുക്ക് മറ്റ് ആരാധനകളുടെ ആവശ്യമുണ്ടോ? അതിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് അതിന്റെ കാര്യം വേണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളാരും അങ്ങനെ തേടി നടക്കരുത്. അടിയുറച്ച അറിവിൽ തന്നെ അനുസരിക്കുമ്പോൾ അനുഭവം മാറ്റമില്ലാതാകതാരിൽ കാണാം. അടിയുറച്ചറിവിൽ തന്നെ അനുസരിക്കുമ്പോൾ അനുഭവം മാറ്റമില്ലാതാകതാരിൽ കാണാം. അനുഭവം മാറ്റമില്ലാതെ അകതാരിൽ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എന്ത് ചെയ്താലാണ് അത് ഉണ്ടാകുന്നത്? അനുസരിക്കണം. എന്തിനെ? അടി ഉറച്ച അറിവിൽ തന്നെ അനുസരിക്കണം. അറിവിൽ ആദ്യം ഉറയ്ക്കണം. അടിസ്ഥാനമാക്കി അറിവിനെ നിലനിർത്തണം ജീവിതത്തിൽ. അറിവിൽ കൂടി ജീവിതം ചെയ്യണം. ഗുരു അറിവും ശിഷ്യൻ അനുസരണയുമായി എന്നാളും തുടർന്ന് പോയിക്കൊണ്ടിരുന്നാൽ അവൻ ഒരു ദേവനെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യം വരുന്നില്ല. ഒരാളിനോട് ഒരു സഹായവും ചോദിക്കേണ്ടി വരുന്നില്ല. എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അങ്ങോട്ട് വന്ന് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും. ഇപ്പോ നമ്മുടെ രാജഗോപാൽ പറഞ്ഞ അനുഭവം അതിന്റെ തന്നെ ഒരു ഉദാഹരണമാണ്. ഇവിടെ നിന്ന് നിയോഗിച്ചയച്ചു, ഉദ്ദേശിച്ച ആളിനെ കിട്ടിയില്ല, തിരികെ പോരാമെന്ന് കരുതി വീണ്ടും അവിടെ നിലനിർത്തി. അപ്പോ നിർബന്ധമായി നിലനിർത്തിയത് നമ്മുടെ ആത്മദീപം തന്നെയാണ്. നമ്മുടെ ഭഗവാൻ നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചു വിട്ടാൽ അത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുറവാണ്. അതുകൊണ്ട് അവിടെ പ്രാർത്ഥനയോടുകൂടി അവിടെ തന്നെ നിലകൊള്ളുക. ഞാനിവിടെ പൂജാമുറി പ്രാർത്ഥിച്ചു കൊള്ളാം. അങ്ങനെ രാത്രി മുഴുവൻ പ്രാർത്ഥനയോടുകൂടി അവിടെ കഴിഞ്ഞുകൂടവേ ഞാൻ ആദ്യ രൂപത്തിൽ ആ സാധുവിന്റെ മുന്നിൽ പോയി പ്രത്യക്ഷപ്പെടുകയായിരുന്നു. എന്നിട്ടാണ് പറഞ്ഞത് ഞാൻ ഒരാളിനെ അയച്ചിട്ടുണ്ട്. ആ ആവശ്യം നിറവേറ്റാതെ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോഴാണ് വെപ്രാളം പിടിച്ച് വെളുപ്പിനെ ഫോണെടുത്ത് രാജഗോപാലിനെ വിളിക്കുന്നത്. അപ്പോൾ വർഷങ്ങളായി ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ഭക്തസന്താനങ്ങളെക്കാളും ഭാഗ്യവാനാണ് നമ്മുടെ വേലു സാറെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. എന്തുകൊണ്ട്? എന്നെ കാണുവാനുള്ള ഭാഗ്യമുണ്ടായി. അത് അദ്ദേഹം പരിപൂർണമായും അനുഭവിച്ച ആളാണ്. ഇപ്പോഴും ആ വിശ്വാസത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ ശുഭാനന്ദ ദിവ്യരൂപം പ്രതിഷ്ഠിതമായി കഴിഞ്ഞു. ആരാധനയോടുകൂടി വിശ്വാസത്തോടുകൂടി തന്നെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയാണ്. ആ വിധത്തിൽ അനുഭവം ഉണ്ടായത് എന്തുകൊണ്ടാണ്? സർവശക്തിയുടെ നിയോഗശക്തി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള
മഹാശക്തി ലോകത്തിൽ വാഴുമ്പോൾ അങ്ങനെയുള്ള മഹാശക്തി ലോകത്തിൽ വാഴുമ്പോൾ തേടി നടക്കേണ്ട കാര്യമുണ്ടോ? തേടി നടക്കേണ്ട കാര്യമുണ്ടോ? ആശ്രയിക്കേണ്ട പോലെ ആശ്രയിക്കുവാനും ആശ്രയിക്കേണ്ടതുപോലെ സത്യത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുവാനും സത്യത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുക. ആവശ്യങ്ങൾ വളരെ മിതമായും വളരെ ലഘുവായും വിനയാന്വിതനായും ഗുരുമുമ്പാകെ അവതരിപ്പിക്കുവാനും ആത്മാക്കൾക്ക് കഴിവുണ്ടാകണം. ആവശ്യങ്ങൾ വളരെ മിതമായും ലഘുവായും വിനയാന്വിതനായും ഗുരുമുമ്പാകെ അറിയിക്കുവാൻ ഭക്തന്മാർക്ക് കഴിവുണ്ടാകണം. അറിവുണ്ടാകണം. അല്ലാതെ ചാടിക്കയറി വന്നിട്ട് എനിക്ക് ഇന്ന പോലെ കാര്യം ഉണ്ടെങ്കിൽ സാധിച്ചേക്കണമെന്ന് പറഞ്ഞാൽ സാധിക്കുന്ന രീതി അല്ല. ഭക്തി വിനയം അനുസരണ ഇതാണ് ഭക്തജനങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ വിനയാന്വിതനായി നിന്ന് ഭക്ത വത്സലനാകുന്ന ജഗദീശ്വരനോട് ആശ്രയിക്കുമ്പോൾ എന്തെല്ലാം കാര്യം വേണമെങ്കിലും ഭക്തപ്രിയനാകുന്ന ജഗദീശ്വരൻ ഭക്തർക്ക് ദാസനായ ജഗദീശ്വരൻ സാധിച്ചു കൊടുക്കും. എന്തെല്ലാം കാര്യങ്ങൾ വേണമെങ്കിലും ഭക്തപ്രിയനാകുന്ന ജഗദീശ്വരൻ ഭക്തർക്ക് ദാസനാകുന്ന ജഗദീശ്വരൻ സാധിച്ചു കൊടുക്കും. ഭക്തർക്ക് ദാസനാണ് ജഗദീശ്വരൻ. ഒരുത്തൻ ഭക്തനായി അല്ലെങ്കിൽ ഒരുത്തി ഭക്തയായി ജീവിക്കുന്നു എന്ന് കണ്ടാൽ ഒരു സങ്കോചവും കൂടാതെ അവർക്ക് ദാസവൃത്തി ചെയ്യുവാൻ ഭഗവാൻ തയ്യാറാണ്. എന്തുകൊണ്ട്? താൻ തന്നെയാണ് ഭക്തിയായി ആത്മാവിൽ വസിക്കുന്നത്. പരിപൂർണ ഭക്തി രൂപപ്പെടുമ്പോൾ പരമാത്മാവ് തന്നെയാണ് അവിടെ പ്രകാശിക്കുന്നത്. അവിടെയാണ് ആ ദാസ്യം അനുഭവമാകുന്നത്. അപ്പൊ താൻ തന്നെ തനിക്ക് ദാസനാവുകയാണ്. താൻ തന്നെ തെളിയിക്കുകയാണ്. താൻ തന്നെ അറിയുകയാണ്. താൻ തന്നെ അനുഭവിക്കുകയാണ്. താൻ തന്നെ കാണുകയാണ്. കാണേണ്ട രൂപത്തെ കണ്ടു കിട്ടി എന്റെ കണ്ണ ഞാൻ എങ്ങനെ വർണ്ണിച്ചിടും. ഉന്നതമായ മഹാകാഴ്ച. ആദ്യ സംസർഗത്തിൽ തന്നെ സത്യം കേട്ട് ദക്ഷിണ സമർപ്പിച്ച് പാദ നമസ്കാരം ചെയ്ത് മുകളിലേക്ക് ഉയരുമ്പോൾ ആ കാഴ്ച കാണുവാൻ മഹാഭാഗ്യം സിദ്ധിച്ച പുണ്യാത്മാവാണ് നമ്മുടെ ഗുരുപ്രസാദ് ഗുരുദേവൻ. ആ പുണ്യപുരുഷോത്തമന്റെ 118ാമത് പൂരാടൻ ജന്മനക്ഷത്രമാണ് അടുത്ത ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. 91ാമത് പൂരാടൻ ജന്മനക്ഷത്രം ആഘോഷിക്കുന്ന സമയത്ത് ഉന്നതമായ ഒരു കൽപ്പന ഉണ്ടായി. ആ തിരുശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഭഗവാൻ തിരുമേനി കൽപ്പിച്ച ഒരു കൽപ്പന ഈ വിധമായിരുന്നു: എന്റെ സന്താനങ്ങൾ അരിയും പച്ചക്കറിയും കൊണ്ടുവരും. അവർ തന്നെ പാചകം ചെയ്യും. അവർ തന്നെ കഴിക്കും. ഞാൻ ആരാധന നടത്തും. ആഹാരവും ആനന്ദവും ഒന്നുപോലെ ആത്മാക്കൾക്ക് ഞാൻ പ്രദാനം ചെയ്യും. 27 വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാമത്തെ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ശുഭാനന്ദ തപോശക്തി അരുളി ചെയ്ത ശബ്ദമാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ എന്റെ സന്താനങ്ങൾ ഒത്തുചേരണം. നിങ്ങൾ ഒരുക്കണമെല്ലാം, നിങ്ങൾ ആഹരിക്കണമെല്ലാം. ഞാൻ തരുന്ന ആനന്ദം നിങ്ങളിൽ കൂടി നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദമായി ഭവിക്കണം. അങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ട് ആനന്ദിക്കുവാനുള്ള നിയമമാണ് കലിയുഗത്തിൽ മഹാശക്തി നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നത്. ആനന്ദം ദാനം ചെയ്യുവാൻ വന്ന കരുണാനിധി അനേക വർഷം പട്ടിണി കിടന്നിട്ടാണ് ഈ ആനന്ദത്തെ ലോകത്തിൽ സ്ഥാപിച്ചതെങ്കിലും
തിരിച്ചു വന്നു ദയമായി വാഴുന്ന കാലത്ത് ദയവായി വാഴുന്ന കാലത്ത് ആ കഷ്ടതയും പട്ടിണിയും എല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തി ആ കഷ്ടതയും പട്ടിണിയും എല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തി അന്ന് പറഞ്ഞു, ഇന്നിതാ ഞാൻ എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്, എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇഷ്ടം പോലെ കഴിച്ചുകൊള്ളുക, നന്ദിയോടെ സ്തുതിച്ചുകൊള്ളുക. ഇഷ്ടം പോലെ കഴിച്ചുകൊള്ളുക, നന്ദിയോടെ സ്തുതിച്ചുകൊള്ളുക. ഇഷ്ടം പോലെ കഴിച്ചുകൊള്ളുക, നന്ദിയോടെ സ്തുതിച്ചുകൊള്ളുക. ആ കലിയുഗത്തിലെ ആ യുഗപുരുഷൻ ഉന്നതമായ നിയമമാണ് നമുക്ക് ദാനം ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെയും ആരെല്ലാം ഏത് സമയത്ത് വന്നാലും അപ്പോഴുള്ള ആഹാരം അതിന്റെ ആ നിലയനുസരിച്ച് അവർക്ക് കൊടുത്ത് തൃപ്തിപ്പെടുത്തിയിട്ടാണ് ആരാധനയ്ക്ക് കയറ്റുന്നത്. അങ്ങനെ ആഹാരവും ആനന്ദവും ഒന്നുപോലെ കൊടുക്കുവാൻ കഴിവുള്ള കരുണാധീത പ്രത്യക്ഷമായി ഇവിടെ വാഴുന്നു. നിങ്ങൾ ഒത്തുചേർന്ന് എല്ലാ കാര്യങ്ങളും ഒരുക്കി പൂരാട ജന്മനക്ഷത്രം ആഘോഷിക്കുക. അപ്രകാരം ഒരുങ്ങുന്ന ഹൃദയങ്ങളിലേക്ക് ആനന്ദം തരുവാൻ ഞാനിതാ ഇവിടെ തന്നെ ഉണ്ട്. എങ്ങും പോയില്ല ഭവാൻ, എങ്ങും പോയില്ല, എങ്ങും പോയില്ല, അറിയുന്ന മക്കളിലെല്ലാം അറിവായി വാഴുന്നു. അങ്ങനെ ഉന്നതമായി പുരാണം മഹോത്സവം നടത്തപ്പെടുമാറാകട്ടെ. കഠിനത്യാഗിയായി, മഹാത്യാഗിയായി, നിഷ്കാമകർമ്മിയായി 17 വർഷക്കാലം ആത്മബോധോദയ സംഘത്തെ നയിച്ച് ആത്മലോകത്തെ രക്ഷിച്ച് അനുഗ്രഹിച്ച് ആനന്ദിപ്പിച്ച തിരുമേനിയുടെ മഹാസമാധി ദിനാചരണമാണ് ഈ വെള്ളിയാഴ്ച കടന്നു വരുന്നത്. ഭക്തി സമന്വിതമായി ഞാൻ ആദ്യം അറിയിച്ചതുപോലെ വ്രതനിഷ്ഠയോടുകൂടി നിങ്ങൾ ആചരിക്കുക. നിങ്ങൾക്ക് അനുഗ്രഹമായി ഭവിക്കുമാറാകട്ടെ. അതുപോലെ 143ാമത് പൂരം ജന്മനക്ഷത്രം ആഗതമാവുകയാണ്. ഏപ്രിൽ മാസം 28-ാം തീയതി മുതൽ മെയ് മാസം 7-ാം തീയതി വരെയുള്ള 10 ദിനങ്ങളിലായി ആദർശ കൊടി ഉയർത്തി ഉന്നതമായ ആനന്ദോത്സവം ആടുവാൻ എല്ലാ സ്ഥലങ്ങളിലേക്കും ഞാൻ ദൂതയച്ചിരിക്കുകയാണ്. എല്ലാ ലോകങ്ങളിലേക്കും അറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. മാനവലോകം ഒരുങ്ങിക്കൊള്ളുക. സൂക്ഷ്മലോകം ഇതാ ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു. സൂക്ഷ്മലോകം ഇതാ ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. ഉത്സവം ആഘോഷിക്കാം, ഞാൻ ഉത്സവം ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം, ഞാൻ ഉത്സവം ആഘോഷിക്കാം. സർവജ്ഞോത്സവത്തെ പൂരമായി ആഘോഷിക്കാം. എല്ലാവിധ ഒരുക്കങ്ങളോടും കൂടി അത്യാഡംബരപൂർവമായി ഭക്തി നിർഭരമായി മനോത്സവമായി ഹൃദയോത്സവമായി പൂരം ആഘോഷിക്കുവാൻ ജഗദീശ്വരനെല്ലാം ഒരുക്കി നിങ്ങൾക്കായി ദാനം ചെയ്യുമാറാകട്ടെ. സർവപ്രകൃതികളും ദേവീദേവന്മാരും ദൂത പരമ്പരകളും അതിന് തുണയായി നിലകൊള്ളട്ടെ. ഉന്നതമായ നമ്മുടെ മഹാഗോപുരം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഉന്നതമായ അതിന്റെ മഹാ ഉദ്ഘാടനം കാണുവാൻ സർവമാനസങ്ങളും കൊതികോടെ കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും അതിനുള്ള അനുവാദവും അനുഗ്രഹവും ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. ഏറ്റവും വേഗത്തിൽ അത് പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. ആത്മദീപത്തെ ആത്മാനന്ദ ദീപമായി ആയുരാരോഗ്യ സൗഖ്യത്തോടെ സർവശക്തിയുടെ മഹാതൃക്കരങ്ങളിൽ ഉന്നതമായി എന്നും കരുതപ്പെടുമാറാകട്ടെ. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെയും എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും വേഗം പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. ഉന്നതമായി പലവിധ നേർച്ചകൾ അർപ്പിച്ച നിങ്ങളെല്ലാം ഞാനിതാ ദർശിച്ച് അനുഗ്രഹിക്കുകയാണ്. എല്ലാ നേർച്ചകളും സ്വീകരിക്കുന്നു.